ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു തുടർ. അപ്പോ നമ്മുടെ അടുത്ത ട്രെയിലർ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. മൂവിയുടെ പേര് അല്ലേ, ഭയം ഭക്തി ബഹുമാനം. നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് നായകനാകുന്ന ഗോകുലം മൂവീസ് പ്രസൻസ് ചെയ്യുന്ന വിനീത് ശ്രീനിവാസൻ ഒരു താരനിര തന്നെയുണ്ട്. പ്ലസ് ഒരു വലിയ അതിന്റെ ഒരു ദിലീപിന്റെ ഒരു തിരിച്ചുവരവാണോ ഇപ്പം OTT? ഒരുപാട് ആൾക്കാർ പറയും ദിലീപിന്റെ തിരിച്ചുവരവാണ്. തിരിച്ചുവരവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പുള്ളിയുടെ ഒരു തിരിച്ചുവരവ് മലയാളം ഇൻഡസ്ട്രി ആഗ്രഹിക്കുന്നുണ്ട്. പഴയ ദിലീപിന്റെ കോമഡി ഒരു സമയം മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ പടങ്ങളായിരുന്നു. ആ കോമ്പിനേഷൻ ഒരു കോമ്പിനേഷൻ ആവുന്നതുകൊണ്ട് ദിലീപിനൊക്കെ കാലം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇത്രയും നാള് കണ്ടിട്ട് സിനിമകളൊക്കെ കണ്ടിട്ട് എടുക്കുന്ന സിനിമയുടെ പ്രശ്നമാണോ കാലം കഴിഞ്ഞ പവൻ അതൊന്നും ഇപ്പൊ OTT കൊണ്ട് ആർക്കും വേണ്ട. അങ്ങനെ നോക്കുമ്പോ ഡൗട്ടാണ് ഈ സിനിമയിൽ. പിന്നെ ഇതിന്റെ ഡയറക്ട് ധനഞ്ജയ് ശങ്കർ, പുള്ളി വിനീത് ശ്രീനിവാസന്റെ ധ്യാന്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. ദൃശ്യത്തിന്റെ ജോസഫിന്റെ വൈശാഖിന്റെ പുലിമുരുകന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഇവരെ അസോസിയേറ്റ് ആണ് വിനീത് ശ്രീനിവാസൻ. അപ്പം പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ അതുപോലെ റിട്ടേൺ ചെയ്തേക്കുന്ന രണ്ടുപേരും കൂടെയാണ് റൈറ്റ് ചെയ്തേക്കുന്നത്. ഫഹീം മുന്നേ റൈറ്റ് ചെയ്തിരുന്നത്, തിരക്കഥ എഴുതിയിരുന്നതാണ് മധുരം, ജോർജിന്റെ അർജുന അശോകൻ. ബിരിയാണി ഫീൽ ഗുഡ് സിനിമയാണ്. OTT-ലാണ് തിയേറ്ററിൽ ഇറങ്ങാതെ നല്ലൊരു സിനിമയാണ്. OTT റിലീസിലാണ്. അപ്പൊ ഇതിന്റെ എന്താണ് ഇത്? ട്രെയിലർ അല്ലെ? ട്രെയിലർ അപ്പൊ മോഷൻ പോസ്റ്റർ തിരിച്ചു വരവാണോ ദിലീപിന്റെ? കാണാം, എന്തായാലും നോക്കാം. ഗോകുലം ഗോപാലൻ പ്രസൻസ്. അതെ, അറിവോ മാത്രല്ല ഇവിടെ ബോട്ടിന്റെ എഡിറ്റർ നിന്റെ പഴയ പരിപാടിയായിട്ടാണ് ഇറങ്ങുന്നത്. അറിയില്ല. സാറി ജോണർ പുതിയതല്ല, പഴയതും പുതിയതുമായിട്ട് നമുക്കൊരു കൈ നോക്കിയാലും സാറേ വിളി നമ്മളെ റൺവേയുടെ ആസാനം കൊള്ളാൻ കേട്ടോ. ലാസ്റ്റ് സാറേ വിളി പഴയ ഒരു പോസ്റ്റർ അല്ലാതൊരു പോസ്റ്റർ കൊണ്ടാണ് പോസ്റ്റർ വീടിന്റെ തന്നെ ഒരു പോസ്റ്റർ കണ്ടിട്ട് വില്ലനായിട്ട് വരുന്നത് ധ്യാനാണോ? ധ്യാനല്ലേ ഡയലോഗ് പറയുന്നത്? വിനീതാണോ? അപ്പൊ വിനീത് ശ്രീനിവാസനും ദിലീപും കൂടെ ആദ്യത്തെ കോമ്പിനേഷൻ സിനിമ. മലർവാടി പ്രൊഡ്യൂസ് ചെയ്തത് ആദ്യത്തെ വിനീത് ശ്രീനിവാസന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ ഞാൻ ഒരു കോമഡി എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നുന്നത്. ഈ ഇത് കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഒരു മെക്കാനിക്കോ വെൽഡറോ അങ്ങനെ എന്തോ ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഒരു കാർ വരുന്നത്, കാറിന്റെ ഒരു മോഷൻ ഇതും പിന്നെ കുറെ മെക്കാനിക്കൽ സാധനങ്ങൾ കിടക്കുന്നത് കണ്ടിട്ടപ്പോ പിന്നെ പടക്കക്കട്ടയോ കോമഡി മാസ് എല്ലാം മാസ് സിനിമകളാണല്ലോ. കോമഡി മിസ്സിംഗ് ചെയ്യുന്നുണ്ട്. പഴയ കോമഡി പടങ്ങളാണ്
ലാസ്റ്റ് ഇപ്പൊ ടു കൺട്രീസ് ശേഷം രാമന്റെ കൊള്ളായിരുന്നു ആ പ്രശ്നങ്ങൾക്ക് വിവാദ സമയത്ത് വിവാദ സമയത്ത് ഇറങ്ങി ഹിറ്റായത്. പക്ഷെ എന്റർടൈൻമെന്റ് എന്ന് പറയാനാണെങ്കിൽ ടു കൺട്രീസ് ആയിരുന്നു ലാസ്റ്റ്. അതൊരു രക്ഷയില്ല. ചിരിച്ചു ഇപ്പോഴും പക്ഷേ ഇവരെല്ലാരും നല്ലൊരു കോമ്പിനേഷനാണ്, കോമഡിയുടെ ഒരു നല്ല കോമ്പിനേഷനാണ് ധ്യാനും ദിലീപ്. കോമഡി ആണെങ്കിൽ ഓക്കെ, സീരിയസ് ഒന്നും കൊടുക്കായിരുന്നു അല്ല. സീരിയസ് ഒന്നും കൊടുക്കില്ല. വില്ലൻ റോള് വിനീത് ഒരു സർക്കാസ്റ്റിക് വില്ലൻ, ആ റോള് നല്ലപോലെ ചെയ്യും. പക്ഷെ ധ്യാന് കൊടുക്കാൻ തരില്ല. സീരിയസ് റോള് വർഷങ്ങൾക്ക് ശേഷം ധ്യാന് ഇന്റർവ്യൂ കിങ്ങാണ്. കോമഡി റോൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ധ്യാനും തിരിച്ച് എല്ലാവർക്കും ഒരു തിരിച്ചു വരുവാട്ടെ. പിന്നെ വിനീതിനെ പറയാനില്ല, സ്ഥലമെല്ലാം വല്ലതല്ലാണ് വിനീത്. അഭിനയിക്കും, എല്ലാം ചെയ്യും. അഭിനയിക്കണോ, പാട്ട് പാടണോ, ഡയറക്ട് ചെയ്യണോ, ഓൾമോസ്റ്റ് എല്ലാ വേഷവും വെറൈറ്റി വേഷമുള്ള അതുപോലെ ക്യാരക്ടറൊക്കെയാണ് നൈസായിരിക്കും. ഒരു വില്ലനായിട്ട് നെഗറ്റീവ് ഷെയ്ഡിലാണ് വരുന്നതെങ്കിൽ ഒരു നല്ല സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം നല്ല സിനിമ ആയിക്കോട്ടെ, ഇറങ്ങുന്ന എല്ലാം ഹിറ്റ് ആകുമ്പോൾ നമുക്കും ഒരു നല്ല റെസ്പോൺസ്, നമുക്കും ഒരു ദിവസം കിട്ടും. എല്ലാവരും പഴയ ദിലീപ് നമുക്ക് പ്രതീക്ഷിക്കാം, കണ്ടറിയാം. പഴയ ദിലീപിനെയാണ് മലയാള സിനിമയ്ക്ക് ആവശ്യം. ആ ഒരു ഹിറ്റാണ് ആവശ്യം. ദിലീപ് കൂടെ ആക്റ്റീവായി വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഇവിടെ ഇപ്പോഴേ നല്ല എല്ലാരും ഒരു ബാക്കാണ്. ഇപ്പം ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും കത്തിക്കെടുപ്പാണ്. പിന്നെ സുരേഷ് ഗോപി ഇപ്പം പുള്ളിക്കാരൻ്റെ പുതിയൊരു ഇറങ്ങുന്നുണ്ട്, പുതിയൊരു പടം. പിന്നെ സുരേഷ് ഗോപിക്ക് രണ്ടു പടം ഉണ്ട്. പോയത് മുകേഷും ജയറാം, ആ പഴയ കാലത്തെ കുറെ ആൾക്കാരെ ജയറാമിന്റെ ഓസ്ലർ നല്ല പടമായിരുന്നു, റെസ്പോണ്ട് ചെയ്യാം. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കലും നമ്മൾ അത് കുറച്ച് ബാക്ക് കളിച്ചെങ്കിലും പടം ഒരുവിധം കൊള്ളായിരുന്നു. എബ്രഹാം ഓസ്ലർ. പിന്നെ ഇനിയുള്ളത് ദിലീപും കൂടെയാണ്. പഴയ 90s നമുക്ക് 2000s തുടക്കകാലത്തൊക്കെ. പിന്നെ ദിലീപിന്റെ അടുത്ത നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന കൂടുതൽ ദിലീപിന്റെ സമയത്ത് തിയേറ്ററിൽ ആള് കയറണമെങ്കിൽ ദിലീപിന്റെ പടം വേണം എന്നുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഫാമിലി എന്റർടൈനർ ആയിരുന്നു എല്ലാ സിനിമയും. പക്ഷെ അത് കൂടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഷോവിനാണെങ്കിൽ സലീംകുമാർ ആണെങ്കിൽ കൊച്ചി ജനീഫ ആണെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ പിന്നീട് അതാണ് പടങ്ങൾ ഫ്ലോപ്പ് ആവുന്നുണ്ടായിരുന്നു. ശരിയാണ്. ഇപ്പൊ ഇറങ്ങിയ സിനിമകളിലൊന്നും അത്ര അങ്ങോട്ട് പിന്നെ പുള്ളിയുടെ സിനിമ എടുക്കുന്ന ചൂസ് ചെയ്യുന്നത് അത്ര ബെറ്റർ അല്ല. ആദർശയോടെയൊക്കെ ഇറങ്ങി എല്ലാ പടവും പൊട്ടിക്കുന്നത്. അപ്പം ദിലീപിന്റെ ഒരു തിരിച്ചറിവാവട്ടെ, പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വണക്കം. ഓക്കെ, ബൈ.